ഷാർലറ്റിൽ നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് 2025-ലെ തങ്ങളുടെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ മെക്സിക്കോയുടെ പച്ചുവയെ 3-1 തോൽപ്പിച്ച് റയൽ മാഡ്രിഡ്. മത്സരത്തിന്റെ തുടക്കത്തിൽ ഒരു ചുവപ്പ് കാർഡ് ലഭിച്ചിട്ടും അവർ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഈ വിജയത്തോടെ സാബി അലോൺസോയുടെ ടീം 4 പോയിന്റുമായി ഗ്രൂപ്പ് എച്ചിൽ ഒന്നാമതെത്തി. തുടർച്ചയായ തോൽവികളോടെ പച്ചുക ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ സാൽമൺ റോണ്ടോണിന്റെ വ്യക്തമായ ഗോൾ നേടാനുള്ള അവസരം നിഷേധിച്ചതിന് റൗൾ അസെൻസിയോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതോടെ റയൽ മാഡ്രിഡിന് വലിയ തിരിച്ചടിയേറ്റു. സംഖ്യാപരമായ മുൻതൂക്കം മുതലെടുത്ത് പച്ചുക തുടക്കത്തിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും തെബോട്ട് കോർട്ടോയ്സിന്റെ മികച്ച സേവുകൾ സ്പാനിഷ് വമ്പന്മാരെ മത്സരത്തിൽ നിലനിർത്തി. സമ്മർദ്ദങ്ങൾക്കിടയിലും 35-ാം മിനിറ്റിൽ ഫ്രാൻ ഗാർസിയയും ഗോൺസാലോ ഗാർസിയയും ഉൾപ്പെട്ട മികച്ച മുന്നേറ്റത്തിനൊടുവിൽ ജൂഡ് ബെല്ലിംഗ്ഹാം റയൽ മാഡ്രിഡിനായി ആദ്യ ഗോൾ നേടി. ആദ്യ പകുതിക്ക് തൊട്ടുമുമ്പ് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിന്റെ താഴ്ന്ന ക്രോസും ഗോൺസാലോയുടെ മികച്ച അസിസ്റ്റും ആർഡ ഗുല്ലർ ഒരു മികച്ച സ്ട്രൈക്കിലൂടെ ലീഡ് ഇരട്ടിയാക്കി. രണ്ടാം പകുതിയിൽ പച്ചുക തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും കോർട്ടോയ്സിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. ജോൺ കെന്നഡി, റോണ്ടോൺ, ബ്രയാൻ ഗോൺസാലസ് എന്നിവരുടെ ശ്രമങ്ങളെല്ലാം കോർട്ടോയ്സ് തടുത്തിട്ടു. 70-ാം മിനിറ്റിൽ ബ്രാഹിം ഡയസുമായി ചേർന്നുള്ള മനോഹരമായ 1-2 പാസിലൂടെ ഫെഡറിക്കോ വാൽവെർഡെ റയൽ മാഡ്രിഡിന്റെ 3-ാം ഗോൾ നേടിയതോടെ വിജയം ഏതാണ്ട് ഉറപ്പായി. 78-ാം മിനിറ്റിൽ എലിയാസ് മോണ്ടിയേലിന്റെ ഷോട്ട് ഔറേലിയൻ ചൗമെനിയുടെ ദേഹത്ത് തട്ടി ഗതിമാറി കോർട്ടോയ്സിനെ മറികടന്ന് വലയിൽ കയറിയതോടെ പച്ചുകയ്ക്ക് ഒരു ആശ്വാസ ഗോൾ നേടാനായി.